ഹായ് ഓൾ, നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുപോലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയ കുറച്ച് ഫുഡൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ തിങ്കളാഴ്ച മുതൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വെയിറ്റ് ലോസ് ഞാൻ എൻ്റെ ഐഡിയയിലേക്ക് എത്തിക്കാൻ വേണ്ടി റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ 3 ദിവസവും ഞാൻ കഴിച്ച എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറാണ് ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടും ഓരോ ദിവസം എന്തൊക്കെ ഉണ്ടാക്കണം, എത്രയൊക്കെ അളവിൽ ഫുഡ് കഴിക്കാം എന്നൊക്കെ. അപ്പോൾ എൻ്റെ 3 ദിവസത്തെ ഫുഡ് പ്ലേറ്റ്സ് കാണാം. ഡേ 1 ഞാൻ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ചോളത്തിൻ്റെ പുട്ടും ചിക്കൻ കറിയും ആയിരുന്നു. അതോടൊപ്പം കുറച്ച് കുക്കുമ്പറും ക്യാരറ്റും കൂടിയാണ് രാവിലെ ഞാൻ കഴിച്ചത്. ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് അത്യാവശ്യം വേണ്ട പൊടികളൊക്കെ മേടിച്ച് വയ്ക്കുമ്പോൾ എന്തൊക്കെ മേടിക്കാമെന്നൊക്കെ. അതിനകത്ത് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ചോളത്തിൻ്റെ പൊടിയൊക്കെ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. വേറെ ഒന്നുമില്ല, ചോളപ്പൊടി കൊണ്ട് സാധാ നോർമൽ നമ്മൾ എങ്ങനെയാണോ പുട്ടുണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് ചോളപ്പുട്ട് ഉണ്ടാക്കിയേക്കുന്നത്. പ്രത്യേകിച്ച് വേറെ അതിനകത്ത് അറിയാനൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. ഡേ 2 ഞാൻ കഴിച്ചത് ഓട്സിൻ്റെ പുട്ടാണ് ഉണ്ടാക്കിയത്. ഓട്സ് പയ്യനൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചിട്ട് നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് ഓട്സ് പൊടി നനച്ചിട്ടാണ് ഓട്സിൻ്റെ പുട്ടുണ്ടാക്കിയത്. അതോടൊപ്പം പരിപ്പ് കറിയും ഒരു മുട്ട പുഴുങ്ങിയതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. ഡേ 3 എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റാഗിയുടെ ഇടിയപ്പവും ഗ്രീൻ പീസ് കറി ആയിരുന്നു. ഓൾറെഡി വീട്ടിൽ എല്ലാവർക്കും ഇടിയപ്പമായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ കുറച്ച് റാഗിയുടെ ഇടിയപ്പം ഉണ്ടാക്കി. സാധാ റാഗി, വറുത്ത റാഗിപ്പൊടിയിൽ നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തിളച്ച വെള്ളം ഒഴിച്ച് നമ്മൾ റാഗിയുടെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല സോഫ്റ്റാണ്. നമുക്കത് ഉച്ചയ്ക്കും കഴിക്കണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു പുട്ടിലും ഇടിയപ്പത്തിലും ഒന്നും തന്നെ ഞാൻ തേങ്ങ ചേർത്തിട്ടില്ല. തേങ്ങ ചേർക്കണമെങ്കിൽ നമുക്ക് കുറച്ച് അളവിൽ ചേർക്കാം. എനിക്ക് പൊതുവേ തേങ്ങയോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചേർക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തേങ്ങ ഉൾപ്പെടുത്തി പുട്ടും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഡേ 1 എൻ്റെ ലഞ്ച് ഞാൻ കുറച്ച് അളവിൽ ചോറ് എടുത്തിട്ടുണ്ട്. പാവയ്ക്ക വാട്ടിയത്, ചെറുപയർ പോലത്ത്, കുറച്ച് കുക്കുംബർ, ക്യാരറ്റ്, തൈര്. ഇതായിരുന്നു എൻ്റെ ഡേ 1 ലഞ്ച്. അപ്പോൾ നമുക്ക് ചോറ് മുഴുവനായിട്ട് ഒഴിവാക്കണമെന്ന് വെച്ചാൽ വേണ്ട, വളരെ കുറച്ചളവിൽ നമുക്ക് ഡെയിലി ചോറ് കഴിക്കണമെങ്കിൽ കഴിക്കാം. അതോടൊപ്പം നമ്മൾ പയറോ പച്ചക്കറി, തൈര്, സാലഡൊക്കെ ഉൾപ്പെടുത്തി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഡേ 2 ഞാൻ ലഞ്ചിന് ഇതുപോലെ തന്നെ കുറച്ച് ചോറ്, പരിപ്പ് കറി, മീൻ കറി, തൈര്, ഒരു മുട്ട പുഴുങ്ങിയത്, കുക്കുംബർ. ഇതായിരുന്നു ഡേ 2 എൻ്റെ ലഞ്ച്. തൈര് ഞാൻ ചോറിൽ ഉൾപ്പെടുത്തുമ്പോൾ 2-3 ടീസ്പൂൺ മാത്രമാണ് തൈര് കഴിക്കാറ്. അതിൽ കൂടുതൽ അളവിൽ ഞാൻ എടുക്കാറില്ല. ഡേ 3 എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടത്ത് പോകാനുള്ളതുകൊണ്ട് ഞാൻ ചോറൊന്നും എടുക്കാൻ നിന്നില്ല. രാവിലത്തെ റാഗിയുടെ ഇടിയപ്പം തന്നെയാണ് ഉച്ചഭക്ഷണത്തിൽ കഴിച്ചത്. അതോടൊപ്പം ഞാൻ മീൻ കറിയുമാണ് കഴിച്ചത്. ഡേ 1 എൻ്റെ ഡിന്നറിന് ഞാൻ ചെറുപയർ ഒലത്തിയതും ഓംലേറ്റുമാണ് കഴിച്ചത്. അത് ഞാനൊരു 5:30 മണിക്ക് മുമ്പായിട്ട് തന്നെ ലാസ്റ്റ് ഫുഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഡേ 2 ഞാൻ റാഗി ചിക്കൻ സൂപ്പാണ് കഴിച്ചത്. ഇത് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഡേ 3 ഡിന്നർ ഞാൻ എടുത്തത് കുറച്ച് കുക്കുംബർ റൗണ്ടിൽ അരിഞ്ഞത്, ഉപ്പും കുരുമുളകും ഇട്ട് കഴിച്ചു. പിന്നെ കുറച്ച് കപ്പങ്ങ, പിന്നെ ഡബിൾ ഓംലേറ്റുമാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. അതും ഞാനൊരു 5:30 ആയപ്പോൾ തന്നെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എങ്ങനെയൊക്കെയാണ് ഫുഡ് കഴിക്കണേ, എത്രയൊക്കെ അളവിലാണ് കഴിക്കണേ എന്നുള്ളത്. ഇതിപ്പോൾ 3 ദിവസത്തെ ഫുഡ് ഞാൻ കഴിച്ചതാണ് ഇട്ടേക്കുന്നത്. ഇതുപോലെ വരും ദിവസങ്ങളിലെ ഫുഡും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു മാറ്റമൊക്കെ എല്ലാവർക്കും സാധ്യമാണ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടേ മതിയാവുള്ളൂ. പ്ലേറ്റ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നമ്മൾ ഒരുപാട് പട്ടിണി കിടന്നിട്ടൊന്നുമല്ല വണ്ണം കുറച്ചേക്കുന്നത്. ആവശ്യമായ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അതോടൊപ്പം ഡെയിലി നമ്മൾ 2.5 ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.